ഹലോ, ബേസിക് മാത്സിന്റെ ആറാമത്തെ പാർട്ട് നോക്കാം. സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ. ഫ്രാക്ഷനെ കുറയ്ക്കാൻ പഠിക്കാം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. നമ്മള് ഫസ്റ്റ് പാർട്ട് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ ചെയ്തിരുന്നു. നമ്മൾ അതിൽ പറഞ്ഞ് അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒന്ന് LCM മെത്തേഡും ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും. നമ്മൾ അഡീഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. 7/2 മൈനസ് 1/3 നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എവിടെ നോക്കിയടാ, ക്രോസ് കിടക്കുന്ന ആൾക്കാർ നോക്കിയേ, 7ഉം 3ഉം. ഇവന്മാര് ക്രോസ് കിടക്കുന്ന നമ്പേഴ്സ് അല്ലേ, 7ഉം 3ഉം. അപ്പൊ നമ്മൾ ഇവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുക, 7 × 3, എന്നിട്ട് ഈ മൈനസ് കൊടുക്കുക, മൈനസ്. അടുത്ത നോക്കി, അടുത്ത ക്രോസ് കിടക്കുന്ന ആരൊക്കെയാ വരുന്നത്? 2 1 അല്ലേ. അപ്പൊ ഈ 2നെ 1നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 1 ഡിവൈഡഡ് ബൈ ഈ താഴെ നമ്മള് ഇവിടെ താഴെ 2 ആണ്, ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ താഴെ 3 ആണ്, ഡിനോമിനേറ്റർ 3 ആണ്. ഇപ്പൊ ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 3. ഇങ്ങനെയാണ് നമ്മള് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്ത് വരും? ഈക്വൽ ടു 7 × 3 21 മൈനസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 3 6 ഈക്വൽ ടു 21 മൈനസ് 2 19/6 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്തത് 10/3 മൈനസ് 2/5. നോക്കിയേ, ഈ 10നെയും 5നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 10 × 5 മൈനസ് ഈ 3യും 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 5 ആണ്. അപ്പൊ ഈ താഴെയുള്ള നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക, 3 × 5 ഈക്വൽ ടു, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, 10 × 5 50 മൈനസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 3 × 5 15 ഈക്വൽ ടു 50 മൈനസ് 6 എത്രയാടാ? 44 അല്ലേ. 44/15 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് 3 ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാൻ തന്നാ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ 3 എണ്ണം ഉണ്ടല്ലേ, സിമ്പിൾ ആണേ. ആദ്യം നമ്മൾ 2 എണ്ണം എടുത്തിട്ട് സബ്ട്രാക്ഷൻ നടത്തുക. ആദ്യം നമ്മൾ 2 എണ്ണം എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ എടുക്കുക. ഫസ്റ്റത്തെ നോക്കിയേ, 10/3 മൈനസ് 9/2. ഇതെങ്ങനെ ചെയ്യൂടാ? ക്രോസ് കിടക്കുന്ന ആൾക്കാർ നോക്കിയേ, 10ഉം 2ഉം. അപ്പോൾ 10 × 2 മൈനസ് ഇവിടെ നോക്കിയേ, 3 9 അല്ലേ. അപ്പം 3 × 9 ഡിവൈഡഡ് ബൈ താഴെ ആര് വരും? 3 2 അല്ലേ. അപ്പൊ ഇവിടെ 3 × 2 എന്ന് വരും. ഇവിടെ ഒരു -1/4 അല്ലേ, അത് അതുപോലെ അങ്ങ് എഴുതുക, -1/4. ക്ലിയർ അല്ലേ? അടുത്ത എന്ത് വരും? ഈക്വൽ ടു 10 × 2 20 മൈനസ് 3 × 9 എത്ര വരും ഇവിടെ? 27 അല്ലേ. 27 ഡിവൈഡഡ് ബൈ 3 × 2 6 -1/4. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈക്വൽ ടു 20 മൈനസ് 27. 20 മൈനസ് 27 എന്ത് വരും? നമുക്കറിയാം, 27 മൈനസ് 20 ഇതെന്ത് വരും? ഇത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 20 മൈനസ് 27 നോക്കിയേ, ഇതിന്റെ നേരെ തിരിച്ചിട്ടേ അല്ലേ. അപ്പൊ ഇവിടെ -7 എന്ന് വരും. ഇവിടെ -7 എന്ന് വരും. അപ്പൊ നമുക്ക് എഴുതാം, -7/6 -1/4. ഇങ്ങനെ വരത്തില്ലേ? ഇങ്ങനെ വരത്തില്ലേ? ഇതെന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുക. നോക്കിയേ, ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 7 അല്ല, ഇവിടെ -7 ആണ്. ഇവിടെ -7 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈക്വൽ ടു -7 × 4 എന്ന് എഴുതണം. ഇവിടെ -7 ആണ്. അപ്പൊ നമ്മൾ -7 × 4 എന്ന് എഴുതുക,
മൈനസ് ഇവിടെ 6ഉം 1ഉം അല്ലേ, അപ്പൊ 6 into 1 ചെയ്യുക, 6 into 1 ഡിവൈഡഡ് ബൈ തറയിൽ ആരൊക്കെയാ വരുന്നത്, 6ഉം 4ഉം, അപ്പൊ ഇവിടെ 6 into 4. ക്ലിയർ ആണോ? ഈക്വൽ ടു -7 into 4 എന്ന് പറയുന്നത് -28 ആണ്. -28 ആണ്. 7 into 4 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 28 ആണ്. അപ്പൊ ഇവിടെ ഒരു -7 വരുന്നോണ്ട് -28 എന്ന് വരും. -28 -6 ഡിവൈഡഡ് ബൈ 6 into 4 24. ഓക്കെ ആണോ? ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷനിൽ പഠിച്ചതാണ്. -28 -6 എന്ന് പറയുന്നത് നമുക്ക് വരുന്നത്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, -28 ഒരു പ്ലസ് ഇട്ട് കൊടുക്കാം ഇവിടെ, ബാക്കി -6. ഇതിന്റെ ആൻസർ വരുന്നത് -28 പ്ലസ് -6 എന്ന് പറയുന്നത് 28 6 34 ആണ്. രണ്ടിനും മൈനസ് അല്ല, അപ്പൊ നമ്മളിവിടെ മൈനസ് കൊടുക്കും, -34 എന്ന് വരും. ഈക്വൽ ടു മോളിൽ എന്ത് വരും, -34 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, 24. ക്ലിയർ അല്ലേ? ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. -34/24 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിന് നമുക്ക് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും ഇവിടെ, അപ്പൊ എന്ത് വരും, ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 17 ആണ്. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 24 ഡിവൈഡ് ബൈ 2 12. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നടാ, -17/2. ഇവിടെ നിങ്ങൾക്ക് പല കൺഫ്യൂഷനും വന്ന് കാണും, ഇതെങ്ങനെയാണ് നെഗറ്റീവ് എടുത്തത്, ഇതെങ്ങനെയാ ചെയ്തത് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാ ചെയ്തത് എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ബേസിക് മാത്സ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കാണുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അടുത്തത് 10/3 - 2/3. എടാ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിന്റെ ആവശ്യമില്ല, അതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് നോക്കിയേ, 10/3 എടാ ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിയേ 3 അല്ലേ, 2/3 ഇവിടുത്തെ ഡിനോമിനേറ്ററും 3 അല്ലേ, അപ്പൊ ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 3 ആണ് വരുന്നത്. രണ്ട് ഫ്രാക്ഷന്റെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാന്ന് നോക്കേ, നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും ഈ 3 തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? ആൻസറിന്റെ ഡിനോമിനേറ്ററും 3 തന്നെയായിരിക്കും. ഈ ന്യൂമറേറ്റർ എന്ത് ചെയ്യണം, ഇവിടെ 10 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ മൈനസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന് നേരെ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 10 - 2 ചെയ്തിട്ട് നമ്മൾ മുകളിൽ എഴുതിയാൽ മതി, നമ്മുടെ ആൻസർ ആയി. ഈക്വൽ ടു 10 - 2 8 അല്ലേ, 8/3 എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ എന്താണ്, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യണ്ട. അങ്ങനെ അടുത്ത് നോക്കിയാൽ അത് ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും 4 വരും. മോളിൽ ന്യൂമറേറ്റർ എന്ത് വരും, ഇവിടെ 7 ആണ്, ഇവിടെ 3 ആണ്. അതിനങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 7 - 3 ഈക്വൽ ടു എത്ര വരും, 4/4 എന്ന് വരും. 4/4 ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അടുത്തത് 6/5 - 2/5 നോക്കിയാൽ ഇവിടെ ഡിനോമിനേറ്റർ 5, ഇവിടെയും 5 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്ററും ഇവിടെ എന്ത് വരും, 5 വരും. മോൾ എന്ത് ചെയ്യുക, 6 - 2 ചെയ്യുക. 6 - 2 ഈക്വൽ ടു 4/5. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?